സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ല കളറാണ്, ജാമുൻ ഷെയ്ഡാണ് സാരി. ഞാവൽപ്പഴത്തിന്റെ കളറിലാണ് സാരി വന്നിരിക്കുന്നത്. അതിൽ നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ ഒരു ഡിസൈനർ കോൺസെപ്റ്റിലാണ് സാരി. ക്രൂഷ്യോ വർക്കാണ് ത്രൂ ഔട്ട് ദ സാരിയിലും വരുന്നത്. നമുക്കൊരു ലേസി പ്ലേറ്റ്സ് എടുത്ത് കൊടുക്കാം. അതല്ല വൺ ലെയറിൽ ഡ്രേപ്പ് ചെയ്യാനും നല്ല സാരിയാണ്. ഫുൾ ബോഡിയിലും ആ ഒരു ക്രോഷ്യോ ലേസ് വർക്ക് വന്നിട്ട് സിമ്പിൾ ബോർഡർ ആയിരിക്കും സാരിക്ക് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. ഇതായിരിക്കും സാരിയുടെ ഓവറോൾ ലുക്ക് വരിക. ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ കളർ വരുന്നത്. ജാമുൻ ഷെയ്ഡാണ്. ആ ഒരു ലാവൻഡർ ടോണിലാണ് ഒരു ക്രോഷ്യോ വർക്ക് വരുന്നത്. ഇതായിരിക്കും ഫുൾ ബോഡിയിലും വരുന്നത്. അത് കൂടാതെ ആ ഒരു ജാമുൻ ടോണിൽ തന്നെയുള്ള ഒരു ത്രെഡ് വർക്കും വരുന്നുണ്ട് സാരിയിൽ. ഈ ഒരു പാറ്റേണിലാണ് ബോഡിയിൽ ആ ഒരു വർക്ക് വരുന്നത്. ആ ഒരു ജാമുൻ ടോണിൽ തന്നെയുള്ള കാന്ത സ്റ്റിച്ചിന്റെ പാറ്റേണിലുള്ള ത്രെഡ് വർക്ക് ആയിരിക്കും ഈ ക്രോഷ്യോ വർക്കിന്റെ അപ്പറും ലോവറും വരുന്നത്. കണ്ടോ, ഈ ഒരു ലുക്ക് ആയിരിക്കും. ലാവൻഡർ ടോണിലായിരിക്കും ക്രോഷ്യോ ലേസ് വർക്ക് വരിക. ഇതായിരിക്കും പാറ്റേൺ വരിക. ഫാബ്രിക് സിൽക്കി കോട്ടയാണ്. നല്ല ബ്യൂട്ടിഫുൾ സാരി കേട്ടോ. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരിക. ഒരു ജോമെട്രിക്കൽ പാറ്റേണിലാണ് ആ ഒരു ലാവൻഡർ ക്രോഷ്യോ വർക്ക് വരുന്നത്. ബോർഡർ ആ ലാവൻഡറിൽ തന്നെ ക്രോഷ്യോ ലേസ് വർക്കിന്റെ സിമ്പിൾ ബോർഡർ. ഫുൾ സാരിയും ഈ ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത്. മുന്താണി ഒരു ലോങ് ഷോട്ടിൽ ഇങ്ങനെ വരിക. സാരിയുടെ പല്ലു ഫുൾ ഇങ്ങനെ വരുന്നുണ്ട്. ബോഡിയിൽ ക്രോസ് ചെയ്തും ആ ഒരു ക്രോഷ്യോ വർക്ക് ആയിരിക്കും ക്രോസ് ചെയ്ത് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ്. സെയിം ടോണിൽ തന്നെ, ലാവൻഡർ ടോണിൽ തന്നെ വിത്ത് ഈ ഒരു ത്രെഡ് വർക്ക് ഉണ്ടല്ലോ, കാന്ത സ്റ്റിച്ചിന്റെ പാറ്റേണിലുള്ള ഒരു വർക്ക്. ആ ഒരു വർക്ക് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. നെക്സ്റ്റ് സാരി പാറ്റേണും ഫാബ്രിക് എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. വർക്ക് വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ചെറിയൊരു ഫംഗ്ഷന് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. സോഫ്റ്റ് ആ ഒരു സെമി ടെസറിന്റെ എല്ലാം ഒരു ടെക്സ്ചറാണ് സാരിക്ക് വരുന്നത്. കളർ പാലറ്റ് നല്ല കളറാണ്. മോവ് ടോൺ ആണ്. ഒരു പേർഷ്യൻ റോസും മോവും കൂടി ബ്ലെൻഡഡ് ആണ്. വടമുല്ല കളറിന് തന്നെ ഒരു ലൈറ്റ് ടോണും പ്ലസ് അതിലൊരു മോവ് ടോൺ കൂടി വന്നിട്ടുണ്ട് സാരിയിൽ. അതിൽ മൾട്ടി കളറിൽ ഫുൾ ബോഡിയിലും ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കാണ്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും സാരിക്ക് വരുന്നത്. ഒരു ടീൽ ഗ്രീൻ ആൻഡ് മോവ് ടോണിലായിരിക്കും ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്ന സാരി. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ വന്നിട്ട് ത്രൂ ഔട്ട് ദ സാരിയിലും ഈ ഒരു പാറ്റേൺ തന്നെയാണ്. ഫുൾ ആ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കാണ്. ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു മോവ് ടോണിൽ സ്മോൾ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിൽ ഫുൾ ബോഡി വന്നിട്ട് അതിൽ ടീൽ ഗ്രീൻ ആൻഡ് മൗ ടോണിലായിരിക്കും ആ ക്രോസ് സ്റ്റിച്ച് ഫ്ലോറൽ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സ് വരുന്നുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആട്ടോ സാരിയുടെ മെറ്റീരിയൽ. ഞാൻ വൺ ലെയറിൽ കാണിക്കാം. സാരി വളരെ തിൻ ഫാബ്രിക് ആണ്. ട്രാൻസ്പെറൻസി ഇല്ല, നോൺ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആണ്. പ്ലീറ്റ്സ് എടുത്താലും നല്ല നീറ്റ് ആയിട്ട് നിൽക്കുന്ന പ്ലീറ്റ്സ് ആണ്. ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക് ആണ്. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ അതേ റണ്ണിങ് പല്ലു തന്നെ സാരിക്ക് വരുന്നത്. സെയിം ടോൺ ഒരു മൗ ടോണിലായിരിക്കും സാരിയുടെ ആ ഒരു ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് സാരി സെയിം കളർ തന്നെ, അതേ ആ ഒരു മൗ ടോൺ തന്നെ വന്നിട്ടുള്ള ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പം സെൽഫ് കളറിലാണ്, സെൽഫ് ത്രെഡിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഡിസൈൻ വരുന്ന നല്ലൊരു ലീഫ് പാറ്റേണിലാണ്. ഒരു ജാൽ പാറ്റേണിൽ ലീഫ് ഡിസൈൻസിലായിരിക്കും ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത് കേട്ടോ. ക്ലോസറിൽ കാണിക്കാൻ വർക്ക്. ബോർഡർ ഇല്ല. ഈ സാരിയും വരുന്നത് വിത്തൗട്ട് ബോർഡർ തന്നെയായിരിക്കും. ആ ഒരു മൗ ടോണിലും ഈ ഒരു പാറ്റേണിലാണ്. ഫുൾ നല്ലൊരു ജാൽ പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്കാണ് വരുന്ന സാരി. മുന്താണിയും സെയിം സ്റ്റൈലിൽ തന്നെ, ബോഡിയും പല്ലും എല്ലാം ഒരേ പാറ്റേണിൽ തന്നെ ആയിരിക്കും വരിക. പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ ടീൽ ഗ്രീൻ ആണ്, അക്വ ഗ്രീൻ ആണ്. വീഡിയോയിൽ സാരി കുറച്ചൊരു ഫ്ലാഷി ആയിട്ട് തോന്നും. സാരി ഫ്ലാഷി അല്ല, ഡൊമാറ്റ് ഫീലിലാണ് സാരി വരുന്നത്. ആ സോഫ്റ്റ് സെമി ടെസറിന്റെ അതേ ടെക്സ്ചറിൽ തന്നെയാണ് വരുന്നത്. ഇതിലും ആ ടീൽ ഗ്രീനിൽ തന്നെയാണ്. സെയിം ആ ഒരു വർക്ക് എല്ലാം സെയിം തന്നെ. ഇതിന് മുൻപ് കാണിച്ച സാരിയുടെ തന്നെ കളർ ചേഞ്ചാണ് വന്നിരിക്കുന്നത്. ആ ഒരു ലീഫ് പാറ്റേണിൽ ഫുൾ ബോഡിയിലും ആ ഒരു ജാൽ പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോർഡറുള്ള സ്റ്റൈലിൽ റണ്ണിങ് പല്ലു, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ ലാവൻഡർ പിങ്ക് ആണ്. ലാവൻഡറും ബേബി പിങ്കും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ. സെയിം അതേ പാറ്റേണിൽ തന്നെ സെൽഫ് കളർ തന്നെയായിരിക്കും. ഫുൾ ബോഡിയിലും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. റണ്ണിങ് പല്ലു സെയിം വർക്ക് തന്നെ വരുന്നുണ്ട്. സെയിം ഫാബ്രിക്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഒരു ബീട്രൂട്ടും പേർഷ്യൻ റോസും കൂടി ബ്ലെൻഡഡ് ആണ്. വാടാമുല്ല കളറും ബീട്രൂട്ട് ടോണും കൂടിയുള്ള ആ ഒരു ബ്ലെൻഡഡ് ടോണിലാണ് സാരി വരുന്നിരിക്കുന്നത്. അതേ ടോണിൽ തന്നെ സെയിം സെൽഫ് കളറിൽ തന്നെയായിരിക്കും ഫുൾ ബോഡിയിലും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. സെയിം ഡിസൈൻ ആ ഒരു ലീഫ് പാറ്റേണും ജാൽ പാറ്റേണിലും ആയിരിക്കും ബോഡി വരുന്നത്. വിത്തൗട്ട് ബോർഡർ, റണ്ണിങ് പല്ലു, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളറും നല്ലൊരു ഷെയ്ഡ് ആട്ടോ. ഇത് വരുന്നത് ഒരു പേർപ്പിൾ ബ്ലെൻഡഡ് വയലറ്റ് ആണ് സാരിയുടെ കോമ്പിനേഷൻ. എക്സാക്ട് കളർ പറയുകയാണെങ്കിൽ നമ്മൾ കാഡ്ബറി ഡയറി മിൽക്കിന്റെ റാപ്പിന്റെ കളറല്ലേ, ആ ഒരു കളറാണ് സാരി വരുന്നത്. ഒരു കറക്റ്റ് കളർ കിട്ടാനായിട്ടോ ഞാനിങ്ങനെ ഒരു സിമിലർ ടു ഇന്നൊരു കളർ പറഞ്ഞാൽ കറക്റ്റ് ഒരു ക്ലാരിറ്റി കിട്ടുമല്ലോ നമുക്ക്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഫുൾ ബോഡിയിലും സെൽഫ് കളറിൽ തന്നെയായിരിക്കും. ഒരു ഫ്ലോറൽ ജാൽ പാറ്റേൺ എല്ലാം എംബ്രോയിഡറി വർക്ക് എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ. വിത്തൗട്ട് ബോർഡർ, റണ്ണിങ് പല്ലു. സെയിം കളർ തന്നെ വന്നിരിക്കുന്നത്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേണും ആ ഒരു ഡിസൈനും മാറിയിട്ടുണ്ട്.
ഇതും അതേ കളർ തന്നെ. കാരണം ഓരോരുത്തരുടെ ഫോൺ സെറ്റിംഗ്സ് ഓരോ ഇതിലായിരിക്കും. ചിലർ ബ്രൈറ്റ്നസ് കൂട്ടിയായിരിക്കും കാണുന്നത്, ചിലർ കുറച്ചായിരിക്കും. അപ്പോൾ ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ കുറച്ചൊരു ക്ലാരിറ്റി കിട്ടുമല്ലോ കളറിന്. അതുകൊണ്ട് അങ്ങനെ ഞാൻ പാരറ്റ് ഗ്രീൻ, ലെമൺ യെല്ലോ, മാംഗോ യെല്ലോ എന്നെല്ലാം പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഇത് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കാഡ്ബറി ഡയറി മിൽക്കിന്റെ ആ ഒരു റാപ്പിന്റെ കളർ ഉണ്ടല്ലോ, ഔട്ടർ റാപ്പിന്റെ കളറായിരിക്കും സാരി വരുന്നത്. ഇതിൽ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ പീച്ചാണ്. പീച്ചും ആ ഒരു സെൽഫ് കളറും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിക്ക്. അത് കൂടാതെ ആ ഒരു ലാവൻഡർ പേർപ്പിൾ, വയലറ്റ് പേർപ്പിളിൽ ഈ ഒരു പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട്. മോട്ടീവ്സ് വരുമ്പോൾ പീച്ച് ആൻഡ് വയലറ്റ്. ഫുൾ ബോഡി സെയിം സ്റ്റൈലിൽ തന്നെ, വിതൗട്ട് ബോർഡർ. പല്ലു സെയിം പാറ്റേൺ, പ്ലെയിൻ ബ്ലൗസ്. എല്ലാ സാരീസും പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് വരും. നെക്സ്റ്റ് കളർ പേർഷ്യൻ റോസ് ആണ്. വാടാമുല്ല കളറാണ് സാരി വരുന്നത്. ഇതിന്റെയും കറക്റ്റ് കളർ പറയുകയാണെങ്കിൽ വാടാമുല്ല കളറിന്റെ ആ ഒരു ഷെയ്ഡും വരുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ആ ഒരു ഫ്ലഷിന്റെ കളർ ഉണ്ടല്ലോ, ആ ഒരു ടോണിലാണ് സാരി. എംബ്രോയിഡറി വർക്കിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ സെൽഫ് കളർ വരുന്നുണ്ട്. ഒരു ലൈറ്റ് പീച്ചാണ്, പേസ്റ്റൽ പീച്ച് ആൻഡ് ആ ഒരു പേർഷ്യൻ റോസ് ടോണിലായിരിക്കും ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക്. ഫുൾ ബോഡിയിലും ആ ഒരു ജാൽ പാറ്റേൺസ് വരുന്നത് ആ ഒരു പേർഷ്യൻ റോസിൽ തന്നെയായിരിക്കും. ഇതായിരിക്കും ബോഡി വരുന്നത്. സെയിം ഡിസൈൻ തന്നെ കേട്ടോ. ഇതിന് മുൻപ് കാണിച്ച സാരിയുടെ തന്നെ കളർ ചേഞ്ച് ആണ്. ഈ ഒരു ഡിസൈനിൽ തന്നെ ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും വരുന്നത്. മുന്താണി, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ ഒരു റോസ് ഗോൾഡും കോപ്പറും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ ടീൽ ഗ്രീൻ ആണ്. ടീൽ ഗ്രീൻ ആൻഡ് റോസ് ഗോൾഡിലാണ് ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കും ഫ്ലോറൽ ജാൽ പാറ്റേണും വരുന്നുണ്ട്. ഇതായിരിക്കും ഫുൾ ബോഡി വരിക വിത്ത് പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ ജെറ്റ് ബ്ലാക്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ബ്ലാക്കിൽ നല്ലൊരു ഗ്രേ ആൻഡ് ബ്ലാക്കിലാണ് കോമ്പിനേഷൻ വരുന്നത്. ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ വരികയാണെങ്കിൽ അതേ സ്റ്റൈലിൽ തന്നെ ഗ്രേ ആൻഡ് ബ്ലാക്കിൽ തന്നെ ആയിരിക്കും വരുന്നത്. ഫുൾ ബോഡിയിലും ബ്ലാക്കിലാണ് ആ ജാൽ പാറ്റേണിലുള്ള ത്രെഡ് എംബ്രോയിഡറി വരുന്നുണ്ട് സാരി. വിതൗട്ട് ബോർഡർ, റണ്ണിങ് പല്ലു. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആയിരുന്നു. സോഫ്റ്റ് സെമി സിൽക്ക് ആയിരുന്നു എല്ലാ സാരിയുടെ ഫാബ്രിക് വന്നത്. ഡിഫറെന്റ് പാറ്റേണിലായിരുന്നു എംബ്രോയിഡറി വർക്ക് വന്നത്. ലാസ്റ്റ് സാരി മെറൂൺ, സെയിം സ്റ്റൈലിൽ തന്നെ. ഇതിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ പീച്ച് തന്നെ കേട്ടോ. പേസ്റ്റൽ പീച്ചും ആ ഒരു മെറൂൺ ടോണും കൂടിയാണ് ക്രോസ് സ്റ്റിച്ച് വർക്ക് വരുന്നിരിക്കുന്നത്. മെറൂണിലായിരിക്കും ആ ഒരു ജാൽ പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്ക് ഫുൾ സാരിയിലും വരുന്നുണ്ട്. റണ്ണിങ് പല്ലു. എല്ലാ സാരീസിനും പ്ലെയിൻ ബ്ലൗസാണ് വരുന്നത്.